എന്നിൽ വിശ്വസിക്കൂ, ഇന്നു മുതൽ നിങ്ങളുടെ കഷ്ടതകളെല്ലാം ഞാൻ മാറ്റിത്തരാമെന്ന് യേശു പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്നും ഇടുങ്ങിയ വഴിയിലൂടെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്നുമാണ് ക്രിസ്തു പ്രബോധിപ്പിക്കുന്നത്. ലൗകിക പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ടല്ല സമാശ്വാസത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. സമാശ്വാസം ദൈവത്തിൽ കണ്ടെത്തുകയും ഹൃദയം ആശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്ത് ശക്തരും ധീരരുമായി മുന്നേറാൻ നിങ്ങൾക്ക് കഴിയും. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിലേക്കുള്ള വഴിയുടെ 3-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ 2 ഭാഗത്ത് നമ്മൾ കണ്ടത് സഹനങ്ങളെ സ്വീകരിക്കേണ്ടതിനെയും ആ സഹനങ്ങളെ ക്രിസ്തുവിന്റെ കുരിശോട് ചേർക്കുന്നതിനെയും കുറിച്ചാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ കുരിശിൽ സമാശ്വാസം കണ്ടെത്തുന്നവരായി നമ്മൾ മാറണം. യേശുക്രിസ്തുവിൽ സമാശ്വാസം കണ്ടെത്താൻ അവിടുന്ന് നമ്മോട് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 33-ാം തിരുവചനത്തിൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ലോകത്ത് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ലോകത്ത് ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ക്രിസ്തുവിൽ സമാശ്വാസം കണ്ടെത്താൻ കഴിയും. അവിടുന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. യേശു ലോകത്തെ ജയിച്ചത് ഞെരുക്കങ്ങളുടെ വഴിയിലൂടെയാണ്. ഞെരുക്കങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ്. ഞെരുക്കങ്ങളെ തള്ളിമാറ്റിക്കൊണ്ടല്ല, ജെറുസലേമിൽ നിന്ന് ഓടിയകന്നുകൊണ്ടല്ല, തന്നെ പീഡിപ്പിക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ, കുരിശിൽ തറയ്ക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ കുരിശിന്റെ വഴിയിലേക്ക് പോകാനുള്ള വിവേകമാണ് ക്രിസ്തു കാട്ടുന്നത്. അതായത് ലോകത്തിന്റെ ഞെരുക്കങ്ങളെ ഭയന്നു മാറുകയല്ല, ലോകത്തിന്റെ ഞെരുക്കങ്ങളെ അതിജീവിക്കുന്നവരായി, അതിന്റെ മേൽ നടക്കുന്നവരായി, പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം ലഭിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ, ക്രിസ്തുബോധത്തിൽ മുന്നേറുകയാണ് വേണ്ടത്. അതുകൊണ്ട് സാമാന്യഗതിയിൽ ഈ ലോകത്തിന്റെ ദുരന്ത സാഹചര്യങ്ങളെ, ജീവിത പ്രാരാബ്ധങ്ങളെ ഭയന്നു മാറുന്ന പ്രകൃതത്തിൽ നിന്ന് അവയെ അതിജീവിക്കാനുള്ള കരുത്ത് ക്രിസ്തുവിൽ നേടുന്നവരായി മാറുകയാണ് വേണ്ടത്. അവിടുന്ന് കുരിശിൽ മരിച്ചിട്ടും അവിടുന്ന് ഉദ്ധിതനായി, ഞാൻ എന്റെ പ്രശ്നങ്ങൾക്കകത്ത് മരിച്ചു പോകുന്നവനല്ല, അതിനെ അതിജീവിക്കുന്നവനാണ്. ക്രിസ്തുവിൽ എനിക്ക് സമാശ്വാസം കണ്ടെത്താൻ കഴിയും. എങ്ങനെയാണ് അപ്രകാരം ഒരു സമാശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക? മത്തായി സുവിശേഷത്തിൽ 6:31 കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. എന്ത് ഭക്ഷിക്കും, എന്ത് ധരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ വീണ്ടും അവിടെ നിന്ന് പറയുന്നു, 12-ാം അധ്യായത്തിൽ 29-ാം തിരുവചനത്തിൽ, എന്ത് തിന്നും എന്ത് കുടിക്കും എന്നതിനെ കുറിച്ച് ആകുലരാകേണ്ട. ഈ ലോകത്തിലെ ജനതകളാണ് അതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ ആശ്വാസം കണ്ടെത്തുമ്പോൾ അവയിൽ നിന്ന് മോചനമുണ്ടാകും, തിരിച്ചറിവുണ്ടാവുകയാണ്. എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരുവനുണ്ട്, എന്റെ നിയന്താവായ ഒരുവനുണ്ട്, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമേ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് കഴിയൂ. ഒരു പരിപൂർണമായ ആശ്രയത്വം. ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നമ്മളിൽ ആർക്കും സാധ്യമല്ല. നാളെക്കുറിച്ചൊന്നും പറയാൻ നമുക്ക് സാധ്യമല്ല. അടുത്ത നിമിഷം എന്തായിരിക്കും എന്ന് പറയാൻ സാധ്യമല്ല. അപ്രകാരം അടുത്ത നിമിഷത്തെക്കുറിച്ച് പോലും വ്യക്തമായ ഒരു ധാരണയില്ലാത്ത നമ്മൾ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നതിൽ അർത്ഥം എന്താണുള്ളത്? ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവകരങ്ങളിലാണ് എന്ന ബോധ്യത്തിൽ ആത്യന്തികമായി നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. സ്വാഭാവികമായും മനുഷ്യപ്രകൃതിയിൽ നാളേക്കുള്ളവ കരുതുന്നതിൽ ശ്രദ്ധാലുക്കളാണ് നാം. ആ നാളേക്കുള്ളവ കരുതുന്നതിൽ ശ്രദ്ധയുള്ളപ്പോൾ തന്നെ അവയിൽ ആശ്രയിച്ചു പോകാതിരിക്കാൻ നമുക്ക് കഴിയണം. ഇവയൊന്നുമല്ല നമ്മെ നിലനിർത്തുന്നത് എന്ന ബോധ്യമുണ്ടാകണം. ഭൂമി മുഴുവനും വായുള്ളത് കൊണ്ട് നമുക്ക് ശ്വസിക്കാൻ കഴിയണമെന്നില്ല. നമുക്ക് ചുറ്റുപാട് മുഴുവൻ വെള്ളമുള്ളത് കൊണ്ട് നമുക്കത് കുടിക്കാൻ കഴിയണമെന്നില്ല. ഭക്ഷണം മുമ്പിൽ വിളമ്പി വെച്ചാൽ പോലും അത് കഴിക്കാൻ കഴിയണമെന്നില്ല. അവിടെ എന്റെ ജീവിതത്തിന്റെയും ജീവന്റെയും നിയന്താമായ ഒരുവനിൽ സമ്പൂർണ്ണ ആശ്രയത്വം വെക്കുക വഴിയാണ് എനിക്ക് സമാശ്വാസം ലഭിക്കുന്നത്. ഭൗതികമായ ഒരു സാഹചര്യവും എനിക്ക് അനുകൂലമല്ലായിരിക്കാം. ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം എന്നെ ഞെരുക്കുന്നതായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ വിശ്വസിക്കേണ്ടതുണ്ട്, എന്റെ ദൈവം ഈ സാഹചര്യത്തെ മറികടക്കാൻ എന്റെ കൂടെയുണ്ട്. ഈ സാഹചര്യത്തെ മറികടക്കാൻ എന്റെ കൂടെ ദൈവമുണ്ട് എന്ന ബോധ്യത്തിൽ ക്രിസ്തു എനിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്തവനാണ്. തന്നെ കുരിശിൽ സമർപ്പിക്കാൻ തക്കവിധം എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്റെ കഷ്ടതയിൽ നിന്ന് മോചനം നൽകുന്നവനാണ്. ഞാൻ അനുഭവിക്കുന്ന വേദനയെ മറികടക്കാൻ അവിടുന്ന് എന്റെ കൂടെയുണ്ട്. അവിടുന്ന് എന്നെ ശക്തീകരിക്കും. അതിന് ലോകത്തിന് മീതെ നടക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് ആശ്വാസം. ലൗകികമായ എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറിയതുകൊണ്ട് അതോടെ ആശ്വാസമായി എന്ന് പറയാൻ കഴിയില്ല. ഒരു കാര്യം നേടും, അപ്പോൾ അടുത്ത കാര്യം ആവശ്യമായി വരും. ആവശ്യങ്ങൾ
ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആവശ്യങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, അഭിലാഷ നിർമ്മാണം വഴി കുത്തകകൾ, മുതലാളിത്ത വ്യവസ്ഥ എപ്പോഴും ആഗ്രഹങ്ങൾ ജനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആഗ്രഹങ്ങൾ ആവശ്യങ്ങളായി മാറുന്ന അഭിലാഷ നിർമ്മാണത്തിന്റെ, പരസ്യത്തിന്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒന്നുള്ളവനൊന്നും മതിയാകാതെ വരും. എപ്പോഴും പുതുമ തേടുന്നവരാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പുനർനിർണയിക്കപ്പെടുന്ന അഭിലാഷത്തിന്റെ ശേഷി അഭിലാഷത്തെ ആവശ്യമായി തെറ്റിദ്ധരിപ്പിക്കും വിധം ശക്തമായിരിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു ലോകത്ത് ഈ വസ്തുക്കളിലാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലഭ്യതകളിലാണ് ആശ്വാസം കണ്ടെത്തുന്നതെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയില്ല. നേരിടുന്ന ഞെരുക്കങ്ങളിലും പ്രതികൂലങ്ങളിലും ക്രിസ്തുഭാവത്തോടെ അതിനെ നേരിടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എൻ്റെ ദൈവം എൻ്റെ ആവശ്യത്തിനുള്ളവ നൽകും. 2 കുരുവികൾ 5 നാണയത്തിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിലൊന്നുപോലും കർത്താവിന്റെ സന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. എൻ്റെ തലയിൽ ഓരോ മുടിനാരിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആകുലപ്പെടേണ്ട. ഈ കാര്യം അവനവനെ ബോധ്യപ്പെടുത്തണം, തിരിച്ചറിയണം. ദൈവത്തിൽ സമാശ്വാസം അനുഭവിക്കുന്നവരായിട്ട് മാറണം. നമ്മൾ പലപ്പോഴും സമാശ്വാസം തേടുന്ന മറ്റു പലയിടങ്ങളിലുമാണ്, വ്യക്തികളിലാണ്, വസ്തുക്കളിലാണ്. ഒന്നും സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അവനവനിൽ ക്രിസ്തുവിന്റെ ആശ്വാസം നമുക്ക് കണ്ടെത്താൻ പറ്റണം. എൻ്റെ ദൈവം എന്നെ അറിയുന്നു. ഞാൻ അറിഞ്ഞിട്ടല്ല ഇത്രയായത്. ഞാൻ ജനിച്ചത് ഞാൻ അറിഞ്ഞിട്ടല്ല. ഞാൻ വളർന്നത്, ഇത്രയും കാലം ജീവിച്ചത് ഞാൻ അറിഞ്ഞിട്ടല്ല. എൻ്റെ നിയന്ത്രണത്തിലല്ല, എൻ്റെ ഇഷ്ടങ്ങളിലല്ല ഞാൻ പലപ്പോഴുമായിട്ടുള്ളത്. ദൈവത്തിന്റെ നയിക്കപ്പെടലിലാണ്. ഒരുപക്ഷെ ഞാൻ വീണതൊക്കെ നിവർന്നു നിൽക്കാൻ വേണ്ടിയാണ്. എൻ്റെ പരാജയങ്ങളൊക്കെ എന്നെ പുതിയ ചുവടുകൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കൂടെ നിരന്തരം ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതുകൊണ്ട് അവനിൽ ഞാൻ സമാധാനം കണ്ടെത്തണം. ഈ ലോകത്തെ എനിക്ക് എല്ലാം പറഞ്ഞ് ധരിപ്പിക്കാൻ സാധ്യമല്ല. എൻ്റെ ഹൃദയം തുറന്നു വയ്ക്കാൻ സാധ്യമല്ല. സാധാരണ പറയില്ല, ചങ്ക് കാണിച്ചാൽ ചെമ്പരത്തിപ്പൂ. അങ്ങനെയുള്ളൂ. ലോകത്തിനത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കുന്നവനായിട്ടുണ്ട്. അവൻ എൻ്റെ അകമേ വസിക്കുന്നു. അവനിലേക്ക് തിരിയാൻ എനിക്ക് കഴിയുമ്പോഴാണ് എനിക്ക് സമാധാനം ഉണ്ടാകുക. അങ്ങനെയാകുമ്പോഴാണ് സമാധാനം കണ്ടെത്താൻ നമുക്ക് കഴിയുക. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്നിൽ ആശ്വാസം കണ്ടെത്തേണ്ടതിനാണ്. അങ്ങനെ ക്രിസ്തുവിൽ ആശ്വാസം കണ്ടെത്താനായി നമുക്ക് കഴിയണം. ഈ പറഞ്ഞ സന്തോഷത്തിലേക്കുള്ള വഴിയുടെ 3ാമത്തെ പടി ക്രിസ്തുവിൽ സമാശ്വാസം കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ മനസ്സുറപ്പിക്കുക എന്നുള്ളതാണ്. അവൻ അറിയുന്നു, അവൻ എന്നെ അറിയുന്നു, ഞാൻ അവന്റെ പാതയിലാണ്. എനിക്ക് കുറവും പരിമിതികളും പോരായ്മകളും ഉണ്ട്. പക്ഷേ അവിടുന്ന് പാപികളെ തേടി വന്നവനാണ്, രോഗികളെ തേടി വന്ന വൈദ്യനാണ്. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അവിടുന്ന് എന്നോടൊപ്പമുണ്ട്. എൻ്റെ അറിവ് കുറവും എൻ്റെ കഴിവ് കുറവും എല്ലാം തിരിച്ചറിയുന്ന ദൈവം, എൻ്റെ പാപവും എൻ്റെ പോരായ്മയും ബലഹീനതയും എല്ലാം അറിയുന്ന ദൈവം, ആ ദൈവത്തിൽ ഞാൻ സമാശ്വാസം കണ്ടെത്തണം. വിശുദ്ധ പൗലോസ് നിരന്തരമായി വിലപിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 9 മുതലുള്ള തിരുവചനങ്ങളിൽ തന്റെ ബലഹീനത എടുത്തു മാറ്റണമേ. ദൈവം പറയുന്നു, നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി. ആ കൃപയിൽ ആശ്രയിക്കുന്നവരാകാൻ പറ്റണം. ദൈവകൃപയിൽ ആശ്രയിക്കാനും ആ ആശ്രയത്വം വഴി ആശ്വാസം അനുഭവിക്കുന്നവരായി മാറാനും നമുക്ക് കഴിയണം. 1 പത്രോസ് 5:10 പറയാണ്, തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നമ്മെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്വീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. അല്പകാലത്തെ സഹനത്തിന് ശേഷം ക്രിസ്തുവിൽ നമ്മെ വിളിച്ച പിതാവായ ദൈവം, അനുഗ്രഹദാതാവായ ദൈവം നമ്മെ പൂർണ്ണരാക്കും, നമ്മെ സ്വീകരിക്കും, നമ്മെ ശക്തരാക്കും. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഇടമുണ്ട് എന്ന ബോധ്യം. എവിടെയാണ് നമ്മുടെ തൻ്റെ ഇടം നഷ്ടപ്പെടുന്നത്? തൻ്റെതായ ഇടമില്ലെന്ന ബോധ്യത്തിലാണ്. തൻ്റെ ഇടം എന്ന് വെച്ചാൽ ഒരു ബലമാണ്. സാർ പറയില്ലേ, തൻ്റെ ഇടിയാണ്. ഈ തൻ്റെ ഇടിയാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് തൻ്റെതായ ഇടമുണ്ട് എന്ന ബോധ്യമാണ്. ക്രിസ്തുവിനാണ് ഈ തൻ്റെതായ ഇടം കണ്ടെത്തുന്നതെങ്കിൽ അവനിൽ സമാശ്വാസം ഉണ്ടാകും. ഇപ്പൊ നമുക്കൊരിടമുണ്ട് ദൈവത്തിൽ, ക്രിസ്തുവിൽ നമുക്കൊരിടമുണ്ട് പിതാവായ ദൈവത്തിൽ എന്നൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ക്ലേശങ്ങളും നമ്മുടെ സഹനങ്ങളെയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുക, അതിജീവിക്കാൻ പറ്റുക, ആശ്വാസം കണ്ടെത്താൻ നമുക്ക് പറ്റും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് എൻ്റെ വിശ്വാസത്തിനും ഭക്തിക്കും ജീവിതത്തിനും ആവശ്യമായവയെല്ലാം നൽകുമെന്നൊരു ബോധ്യം, ഒരു ഉറപ്പിൽ ഞാൻ ആശ്വാസം കണ്ടെത്തും. നമുക്ക് രോഗങ്ങളും ക്ലേശങ്ങളും പീഡകളും ഉണ്ടാകുമ്പോൾ നാം എന്ന് മനസ്സിലാക്കണം, ഈ പീഡകളും വേദനകളുമെല്ലാം യഥാർത്ഥത്തിൽ എന്നെ ശക്തീകരിക്കുകയാണ്. 1 പത്രോസ് 4:1 പറയുകയാണ്,
ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ പീഡയേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ മനോഭാവം എന്താണ്? സ്വീകരണത്തിന്റെ മനോഭാവമാണ്, എതിർപ്പിന്റെ മനോഭാവമല്ല. ക്രിസ്തു സഹനങ്ങളെ സ്വീകരിക്കുന്നത് തനിക്ക് ഇവയെല്ലാം നൽകുന്നത് ദൈവമാണെന്ന ബോധ്യത്തിലാണ്. ദൈവമാണ് സഹനങ്ങൾ നൽകുന്നതെന്നല്ല അതിനർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിമിതികളും പോരായ്മകളും, നാം നേരിടുന്ന അതിക്രമങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് നേരിടുന്ന അതിക്രമങ്ങൾ, ദൈവമേ നിന്റെ കരങ്ങളിൽ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം ചെയ്യുന്നത് ദൈവമായതുകൊണ്ടല്ല, അതെല്ലാം ചെയ്യുന്നത് ദൈവമല്ലെങ്കിൽ പോലും നമ്മൾ സ്വീകരിക്കുന്നത് ദൈവത്തിൽ നിന്നാകുമ്പോൾ ഒന്നാമത് ശത്രുത, വിരോധം, അകലം എല്ലാം അകലും. മറ്റുള്ളവരാണ് ഇതിന് കാരണക്കാരെന്നുള്ളത് ശത്രുത ഉണ്ടാക്കും. സാഹചര്യങ്ങളോട്, ലോകത്തോട് വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കും. എന്തിനോടാണെങ്കിലും വെറുപ്പും വിദ്വേഷം ഉണ്ടാകുമ്പോൾ ആരാണ് കലങ്ങുക? നമ്മുടെ ഹൃദയമാണ് കലങ്ങുക, നമ്മുടെ സമാധാനമാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ശരീരത്തിൽ പീഡയേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. യേശു പീഡകളെ കുറിച്ച് പറഞ്ഞാൽ എന്താ? ഉന്നതത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവും ഉണ്ടായിരിക്കുകയില്ല. ആത്യന്തികമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന ഞെരുക്കങ്ങൾക്ക് കാരണമായി എനിക്ക് ലോകത്തെ മറ്റു പലതിനെയും കാണാൻ പറ്റും. പക്ഷേ എൻ്റെ ദൈവം അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല. അപ്പൊ എൻ്റെ പിതാവ് എനിക്ക് നൽകുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? ഞാൻ എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ, ദൈവകരങ്ങളെ നീ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ കയ്പ് നിറഞ്ഞ പാനപാത്രം മധുരമുള്ളതായിട്ട് മാറും. കാരണം ഞാൻ എന്തും സ്വീകരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, ഞാനൊരിക്കലും ലോകത്ത് നിന്നല്ല. അതുകൊണ്ട് വിഷം കഴിച്ചിട്ട് മരിക്കാത്ത ആളുകളുണ്ട്. വിശുദ്ധ ബെനഡിക്റ്റിന് വിഷം കലക്കി കൊടുക്കും ശിഷ്യന്മാർ തന്നെ, ശല്യം സഹിക്കാഞ്ഞിട്ടാ. സന്യാസ കാർക്കശ്യം കൊണ്ടും ഷാഢ്യം കൊണ്ടും ബുദ്ധിമുട്ടി നിവർത്തി കെട്ടിട്ടാണ് ഗുരുവായ ബെനഡിക്റ്റിന് അവര് വിഷം കലക്കി കൊടുക്കുന്നത്. അത് ആശീർവദിച്ചപ്പോൾ പൊട്ടിപ്പോയെന്നാ പറയണേ. ആശീർവദിക്കാന്ന് വെച്ചാൽ നന്ദി പ്രകടിപ്പിക്കുക, ഇത് ദൈവത്തിൽ നിന്നാണെന്ന് സ്വീകരിക്കുകയാണ്. ആ സമയത്ത് വിരുദ്ധമായവ നീങ്ങിപ്പോകും. അപ്പൊ വിശ്വാസപൂർവ്വം ജീവിതത്തിൽ നാം കാണേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുന്നതൊക്കെ ദൈവകരങ്ങളിൽ നിന്നാണെന്ന ബോധ്യം ഉണ്ടാവണം. അങ്ങനെ തമ്പുരാന്റെ കരങ്ങളിൽ നിന്നാണ് ജീവിതം സ്വീകരിക്കുന്നതെന്ന് ബോധ്യപ്പെടുമ്പോൾ ജീവിതത്തെ സംബന്ധിച്ച് എത്രത്തോളം കുറവുകളും പോരായ്മയുണ്ടെങ്കിലും, അങ്ങനെ ജീവിതം എത്രത്തോളം നിരാശജനകവും അക്രമോത്സുകവുമാണെങ്കിലും, നമ്മുടെ ജീവിതത്തോട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ എത്ര പ്രതികൂലങ്ങളാണെങ്കിലും, എത്രത്തോളം നമ്മെ വേദനിപ്പിക്കുന്നതാണെങ്കിലും, ക്രിസ്തുവിൽ പിതാവിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൽ അത് സ്വീകരിക്കുമ്പോൾ ദൈവിക സമാശ്വാസത്തിലേക്ക് നമ്മളെത്തും. അതുകൊണ്ടാണ് രോഗപീഠകളിലും വേദനകളിലും കഴിഞ്ഞിരുന്ന വിശുദ്ധാത്മാക്കൾ അവയെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നില്ല. സുസ്മേരവദനരായി ആത്മാക്കളെ കുറിച്ചുള്ള ദാഹത്തിലൊക്കെ എരിഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിച്ച് കിടക്കുന്ന കിടപ്പിൽ ദൈവാനുഭവത്തിന്റെ അത്യുംഗ ശൃംഗത്തിലേറിയവർ കഠിനമായ വ്യഥയിലാണ്, കഠിനമായ രോഗാവസ്ഥയിലാണ്. കൊച്ചുലേസ്യ രാത്രി രക്തം ഛർദ്ദിക്കുകയാണ്, പക്ഷെ ആനന്ദപാരവശ്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ജീവിതത്തിന്റെ സഹന നിമിഷങ്ങൾ ദൈവപരിപാലനയിലേക്ക് ചേർത്ത് വെക്കുകയും ക്രിസ്തുവിൽ അവ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ലോകത്ത് ആരാണ് നമുക്ക് പ്രതികൂലമായി ഈ ക്രിയകൾ ഉയർത്തുന്നത്, ആരാണ് നമ്മെ ആക്രമിക്കുന്നത്, ആരാണ് നമുക്ക് വിരുദ്ധമായവ പ്രവർത്തിക്കുന്നത്, നമുക്കെതിരായി ആരെല്ലാം ഇങ്ങനെ സംഘടിക്കുന്നു, അതൊന്നും നമ്മെ ബാധിക്കാതെയാകും. കാരണം നാം സ്വീകരിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണ്. അതെല്ലാം ഉപരിമഹത്വത്തിനായി മാറുന്നൊരു ജീവിതം നമുക്കുണ്ടാകും. ഇത് നമുക്ക് ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് ആശ്വാസം ദൈവത്തിൽ കണ്ടെത്തണം. മനുഷ്യരിൽ ആശ്വാസം കണ്ടെത്താൻ സാധ്യമല്ല. നമ്മുടെ ഹൃദയവേദന പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു മനുഷ്യൻ ലോകത്തില്ല, ഉറപ്പിച്ചോളുക. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാളില്ല. നിങ്ങൾക്കൊരാളുടെ ഹൃദയവേദന സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ അത് ക്രിസ്തുവിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. നമുക്ക് ആശ്വാസം നൽകാൻ ലോകത്തൊരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് അടുത്ത വേദനയുള്ള സമയത്ത് ഒരാൾ വന്നിട്ട് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണോ വിഷമാണോ ഉണ്ടാകുക? നിങ്ങളുടെ സങ്കടം വർദ്ധിക്കുകയാണ് ചെയ്യുക. ഒരു വേർപാടിന്റെ സമയത്ത് വന്നിട്ട് ആശ്വസിപ്പിക്കേണ്ട, സാരമില്ല എല്ലാം ദൈവം അറിയുന്നുണ്ട്, നിങ്ങൾക്ക് ഉടനെ വന്ന് ഇയാൾക്കത് പറയാം, നഷ്ടം എനിക്കല്ലേ. അപ്പൊ എന്നെ ആശ്വസിപ്പിക്കാൻ ലോകത്തിന് സാധ്യമല്ല. നമ്മൾ കുറെ പൈസ നഷ്ടപ്പെട്ട സമയത്തോ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട സമയത്തോ അങ്ങനെ ഏത് ജീവിത സാഹചര്യത്തിലും നമ്മളെ ആശ്വാസവാക്കുകൾ കൊണ്ട് പൊതിയുന്ന ആളുകൾ വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിനുള്ളിൽ അമർഷം ഉണ്ടാകും. ഇയാൾക്കത് പറഞ്ഞാൽ മതി. ജീവിതത്തെ നേരിടുന്നതും ഈ കഷ്ടത അനുഭവിക്കുന്നത് ഞാനാണ്, എനിക്കത് മനസ്സിലാവൂ എൻ്റെ വേദന. പക്ഷേ യേശുക്രിസ്തുവിന് നാം പറയാതെ തന്നെ മനസ്സിലാകും. നാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സമാശ്വാസം നമ്മിലേക്ക് എത്തും.
വിശുദ്ധ ലൂക്കാസ് വിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 42-43 തിരുവചനമുണ്ട്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞാനിത് സ്വീകരിക്കുന്നു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശു പറയുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെത്തി അവനെ സമാശ്വസിപ്പിച്ചു. പിതാവിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ്. സ്വീകരിക്കാതെ എതിർപ്പിന്റെ മനോഭാവത്തോടെ ആയിരിക്കുമ്പോൾ ഒരു ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല, ഒരു ആശ്വാസം കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. ദൈവമേ, നിന്റെ കരങ്ങളിൽ നീ അപമാനം സ്വീകരിക്കുന്നു, ദൈവമേ നിന്റെ കരങ്ങളിൽ നീ പീഡ സ്വീകരിക്കുന്നു, ദൈവമേ നിന്റെ കരങ്ങളിൽ നിന്ന് ഈ രോഗാവസ്ഥയെ സ്വീകരിക്കുന്നു, ദൈവമേ നിന്റെ കരങ്ങളിൽ നീ തകർച്ചയെ സ്വീകരിക്കുന്നു, ഇത് നൽകുന്നത് നീയാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ലോകം നമുക്ക് നേരെ വെച്ച് നീട്ടുന്ന കൈപ്പുള്ള പാനപാത്രങ്ങളെ സ്വീകരിക്കാൻ, ദൈവത്തെ പ്രതി സ്വീകരിക്കാൻ നാം മനസ്സ് കാണിക്കുമ്പോൾ ദൈവിക സമാശ്വാസം നമ്മെ മൂടും. അങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന സഹന നിമിഷങ്ങളെ, ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ തള്ളി മാറ്റുന്നവരായി മാറാതെ, അതിനെക്കുറിച്ച് പിറുപിറുക്കുന്നവരായി മാറാതെ, ദൈവത്തിനെതിരായി പോലും സംസാരിക്കുന്നവരായി മാറാതെ. അങ്ങനെയാണല്ലോ, ദൈവത്തിനെതിരെ സംസാരിക്കൂലേ, ദൈവമേ ഇതെന്താ എനിക്ക് വെച്ചേന്ന് ചോദിക്കൂലേ. അങ്ങനെ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരായി, ദൈവദൂഷണം പറയുന്നവരായി മാറുന്നതിന് പകരം ദൈവമേ ഈ സഹനത്തെ ഞാൻ നിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് പദ്ധതിയുള്ള, നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് ഉത്കണ്ഠയുള്ള, നിരന്തരം നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ സമാശ്വാസത്തിന്റെ കരം നമ്മുടെ ജീവിതത്തെ അനുഭവപ്പെടും. ഇത് താൽക്കാലിക സമാശ്വാസമായിട്ടും വരും, നിത്യാശ്വാസം ലഭിക്കുന്ന രീതിയിൽ ഹൃദയം ബലപ്പെടുന്നതായിട്ടും വരും. രണ്ടു തരത്തിലും സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു താൽക്കാലികമായ വേദന ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പെറുപെറുക്കാതെ, എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കിടമുണ്ട്, ക്രിസ്തുവിൽ എനിക്ക് ഇടമുണ്ട് എന്നൊരു ബോധ്യത്തിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് ക്രിസ്തു വഴിയുള്ള സമാശ്വാസം പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ഒഴുകുന്ന അനുഭവം ഉണ്ടാകും. താൽക്കാലികമായ പ്രശ്നത്തെ മറികടക്കാൻ നമുക്ക് കഴിയുന്നു എന്നത് മാത്രമല്ല, നിത്യമായ സമാശ്വാസത്തിൽ പങ്കുചേരാനുള്ള ഉറപ്പ് അങ്ങനെ ലഭിക്കും. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ 7:14 നമുക്കത് കാണാം. ദൈവകുഞ്ഞാടിന്റെ മുമ്പിൽ വെള്ള വസ്ത്രം ധരിച്ച് കുരുത്തോലകളേന്തി ദൈവത്തെ ആർപ്പ് വിളിക്കുന്നവരെ കുറിച്ച് ചോദിക്കുമ്പോൾ ആരാണ് ഇവർ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. തങ്ങളുടെ ക്ലേശങ്ങളെ, കുരിശുകളെ ക്രിസ്തുവിന്റെ രക്തത്തിൽ മുക്കിക്കഴുകിയവർ, സ്വന്തം വസ്ത്രം ക്രിസ്തുവിന്റെ രക്തത്തിൽ മുക്കിക്കഴുകിയവർ. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകിയെടുക്കുമ്പോൾ, അവന്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് കഴുകിയെടുക്കുമ്പോൾ സ്വർഗത്തിൽ ഇങ്ങനെ ഒരു ആശ്വാസത്തിനിടമുണ്ടെന്ന്, അവന്റെ സന്നിധിയിൽ നിത്യവിരുന്നിനായി പങ്കുചേരാമെന്ന് ഉറപ്പുള്ള ഒരു ബോധ്യം കൂടി നമുക്ക് കരഗതമാകും. രണ്ടു തരത്തിലാണ് താൽക്കാലികമായി പ്രശ്നത്തെ അതിജീവിക്കുക മാത്രമല്ല, നിത്യമായ സമാധാനത്തിലേക്ക് പ്രവേശിക്കും. അവന്റെ സന്നിധിയിലാണെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ പറ്റും. ഹൃദയത്തിന്റെ ആനന്ദം കവർന്നെടുക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അപ്പോൾ ലോകത്ത് നാം നേരിടുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം കഠിനമാണെങ്കിലും നമ്മുടെ ഹൃദയം സമാധാനത്തിലാകും. ഏത് പ്രശ്നത്തിന്റെ നടുവിലും ചഞ്ചലചിത്തരാകാതിരിക്കാൻ, ഭയന്ന് മാറാതിരിക്കാൻ, വിഷമിക്കുന്നവരായി മാറാതിരിക്കാൻ, നിരാശപ്പെട്ടു പോകാതിരിക്കാൻ, ഈ നേരം കടന്നു പോകുമെന്ന ഉറപ്പിൽ, ക്രിസ്തുവിലാണ് ഞാനെന്ന ബോധ്യത്തിൽ എന്നെ ഈ ഇരുൾ മൂടുകയില്ല, ലോകത്തിന്റെ പ്രകാശമായി ക്രിസ്തു എന്നിൽ പ്രകാശിക്കുന്നു എന്ന ബോധ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയും. ഇങ്ങനൊരു സമാശ്വാസം ഉണ്ടായാൽ അടുത്ത പടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പൊ നമ്മൾ ആരായി? നമ്മൾ ദൈവപുത്രനോടൊപ്പം സഹനങ്ങൾ സ്വീകരിക്കുന്ന ക്രിസ്തുവിന്റെ ഗാത്രത്തിന്റെ ഭാഗമായിട്ട് മാറി. ഇത്രയും നാൾ എതിർത്തതുപോലെ സഹനങ്ങളെ തള്ളിമാറ്റാൻ ശ്രമിച്ചിട്ടില്ല, ക്രിസ്തുവിന്റെ ഹൃദയത്തിന് വിരുദ്ധമായി മാറിയിട്ടില്ല. ഈ ഞെരുക്കങ്ങളെ കടന്നു പോകും ക്രിസ്തുവിൽ എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇനി അടുത്ത പടിയിലേക്ക് നമുക്ക് കിടക്കാം. 4-ാം പടിയിൽ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധ ബലിയിൽ അർപ്പിക്കാം. പലപ്പോഴും വിശുദ്ധ ബലിയിൽ കാഴ്ചവെപ്പിന്റെ നേരത്ത് സ്വന്തം സങ്കടങ്ങളെയും ഭാരങ്ങളെയൊക്കെ ഇറക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അവയെല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇത് ഈ വിഷയത്തെ സമർപ്പിക്കുന്നു, കർത്താവേ നീ ഇതിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? നമ്മൾ കുർബാനയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ പ്രശ്നം മാറണം, ദൈവം അനുഗ്രഹിക്കണം. അതിൽ യാഗമില്ല, ബലിയില്ല. ബലി ഉണ്ടാവണം എങ്ങനെയാണ്? എനിക്ക് ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കപ്പെടണമേ എന്നല്ല, ആ പ്രശ്നത്തോടു കൂടെ ഞാൻ എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. എന്നെ സമർപ്പിക്കുമ്പോൾ, ഞാൻ സമർപ്പിക്കപ്പെട്ടൊരു വസ്തുവാണെങ്കിൽ, ബലിമേശയിലേക്ക് വയ്ക്കപ്പെട്ടതാണെങ്കിൽ, പിന്നെ എന്നെ ആരെങ്കിലും കൊല്ലുമെന്ന് ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ? മനുഷ്യരോ ലോകമോ രോഗമോ എന്നെ കൊല്ലുന്നത് എങ്ങനെയാ? കാരണം ഞാൻ ബലിവസ്തുവായില്ല, ഞാൻ ഓൾറെഡി മരിച്ചു.
എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് മരണമില്ലാന്ന്. കാരണം എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഈ ലോകത്തിന് ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം ഞാൻ മുന്നേ തന്നെ മരിച്ചു കഴിഞ്ഞു. എനിക്കിനി മരണമില്ല. ഇനി രൂപാന്തരീകരണം മാത്രമാണ്. എല്ലാ വിശ്വാസിയും ഉറപ്പോടെ ഹൃദയത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്, നമുക്കിനി രൂപാന്തരീകരണമാണുള്ളത്, മരണമല്ല. നമ്മളെപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണേ. നമ്മൾ മരിക്കണം, ക്രിസ്തുവിൽ മരിക്കണം. ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനും. ഈ ലോകത്തിന് മരിച്ച് നമുക്ക് ദൈവത്തിലായി തീരാൻ ഈ ഭൂമിയിൽ വെച്ച് കഴിയും. അവിടെ സ്വന്തം ഇഷ്ടങ്ങൾ അവഗണിച്ചും സ്വന്തം ജീവിതത്തെ തൃണവൽഗണിച്ചും ജീവിക്കാൻ നമുക്ക് പറ്റും. ഈ ലോകത്ത്, നശ്വരമായ ലോകത്ത് നമ്മുടെ നിലനിൽപ്പ് താൽക്കാലികമെന്ന ബോധ്യത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ ലോകം നമുക്ക് നൽകുന്നത് കൈപ്പേറിയ പാനപാത്രമാണെങ്കിലും അത് ദൈവസന്നിധിയിൽ മഹത്വത്തിന്റെ കിരീടമായി മാറുമെന്ന ബോധ്യമുണ്ടായി ക്രിസ്തുവിലായി തീരുമ്പോൾ പ്രപഞ്ചത്തിലേക്ക് ശ്രദ്ധിക്കാതെ ജീവിക്കാൻ പറ്റും. ഈ ലോകത്തിന്റെ സാധ്യതകളാണ് ജീവിതത്തെ നിലനിർത്തുന്നത് എന്ന താൽക്കാലിക ബോധത്തെ മാറ്റി നിത്യമായ ദൈവിക സഹവാസത്തിന്റെ ബോധ്യത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. അങ്ങനെ ഉയരാൻ പറ്റുമ്പോഴാണ് മരണത്തെ നമ്മൾ ഭയക്കാതാകുക. അടുത്ത നിമിഷം നമുക്കില്ല, ദൃശ്യപരതയിലില്ല, പക്ഷെ അദൃശ്യതയിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ നിത്യമായ ജീവിതത്തിലാണ്. നമ്മൾ വന്നത് ഇതേപോലെ നിത്യതയിൽ നിന്നാണ്, നമ്മൾ പോകുന്നത് നിത്യതയിലേക്കാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ ഒരു ഇടമുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ കുർബാനയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് അർപ്പിക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ കുർബാനയായിട്ട് മാറുന്നത്, നമ്മുടെ ഭാഗമായിട്ട് മാറുന്നത്. എൻ്റെ കൂടി സമർപ്പണം അതിനകത്ത് ഉണ്ടാകുന്ന അപ്പോഴാണ്. അതുകൊണ്ട് കുർബാനയിൽ നമ്മൾ സഹനങ്ങളെ സമർപ്പിക്കണം. സഹനങ്ങളെ സമർപ്പിക്കുക എന്ന് വെച്ചാൽ ആ സന്ദർഭങ്ങളെ സമർപ്പിക്കണം. നമ്മളതിന് ഒഴിവാകാൻ പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്, ഇത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാനിതാ ഇങ്ങനെ ആയിരിക്കുന്നു, ഞാൻ ഈ ബലിയോട് ചേർക്കുന്നു എൻ്റെ ജീവിതത്തെ. ഈ പ്രശ്നങ്ങളൊക്കെയുള്ള, ഈ അസ്വസ്ഥതകളൊക്കെയുള്ള, രോഗങ്ങളുള്ള, ക്ലേശങ്ങളൊക്കെയുള്ള ഈ ജീവിതം, ദുർവഹഭാരമായി എനിക്ക് അനുഭവപ്പെടുന്ന ഈ ജീവിതം ഞാൻ നിന്റെ ബലിയോട് ചേർക്കുന്നു, നിന്റെ കുരിശോട് ചേർക്കുന്നു. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, ഞാനും എനിക്കുള്ളതെല്ലാം. സമ്പൂർണമായ ഹൃദയത്തെ അങ്ങനെ കുർബാനയിൽ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആദ്യം നേടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ തങ്ങുന്നവരാകാതെ, തഴങ്ങുന്നവരാകാതെ, ഭാരം ചുമക്കുന്നവരാകാതെ മാറും. കാരണം നിങ്ങൾ ബലിവസ്തു മാത്രമാണ്. ക്രിസ്തുവിൽ രാജകീയ പുരോഹിതരായി മാറുന്ന നാം നമ്മെ തന്നെ ബലിവസ്തുവായി സമർപ്പിക്കുക വഴി ക്രിസ്തുയാഗത്തിന്റെ ഭാഗമായി മാറുകയും നമ്മൾ ഭാരരഹിതരായി മാറുകയും ചെയ്യും. ലൈറ്റ് വെയിറ്റ് ആവും. ഉദ്ധിതിന്റെ അവസ്ഥ ഉണ്ടാവും. ഉദ്ധിതിന് അങ്ങനെയാണ്. അവന് ഭാരമുണ്ടാവാൻ പാടില്ല, ലഘുത്വം വേണം, ദീപ്തമാകണം, പ്രകാശിക്കണം, അവൻ ട്രാൻസ്പെറന്റ് ആകണം. അങ്ങനെ ജീവിതത്തെ പ്രകാശമാനമാക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയും. കുർബാനയിൽ നമ്മെ തന്നെ അർപ്പിക്കണമെന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മെ സംബന്ധിച്ചുള്ള ഒരവകാശ ബോധവും ഒരാവശ്യവും ഉന്നയിക്കാതെ നമ്മെ തന്നെ കുർബാനയിലേക്ക് അർപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ സന്ദർഭങ്ങള്, നാം നേരിടുന്ന പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ എല്ലാം ഒന്നടങ്കം നമ്മൾ ബലിമേശയിൽ നിന്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ, നിനക്കുള്ള യാഗമായി ഈ സഹന നിമിഷങ്ങൾ, നിനക്കുള്ള പൂജയായി എൻ്റെ ജീവിതത്തിന്റെ വേദനകൾ, നിന്റെ മുൻപിൽ ആരാധനയായി എൻ്റെ ജീവൻ തന്നെയും എന്ന് പറയാവുന്ന തരത്തിൽ നമ്മെ തന്നെ അർപ്പിക്കുക. അങ്ങനെ ഒരു അർപ്പണം ഹൃദയബോധ്യത്തിൽ ഉണ്ടാവുമെങ്കിൽ വേദനാകരമായിരിക്കും. അർപ്പണ നേരത്ത് കണ്ണീരൊഴുകും, കടുത്ത വിഷമം ഉണ്ടാകും, ഇഷ്ടങ്ങളൊക്കെ ഉപേക്ഷിച്ചും ജീവിതത്തിലെ താല്പര്യങ്ങളൊക്കെ കൈവിട്ടും എന്നും സംഭവിക്കട്ടെ, മരിക്കാമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവും. ആ വേദനയോടെ ഹൃദയബോധ്യത്തോടെ അത് അർപ്പിക്കുമെങ്കിൽ നിങ്ങൾ നിശ്ചയമായും കുർബാനയിൽ അനുഭവിക്കുന്നത് നിത്യരക്ഷയുടെ ആനന്ദമായിരിക്കും. അതാണ് കൗദാശിക അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ്. കാണപ്പെടാത്ത ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ അതുകൊണ്ട് അടുത്ത പടി എന്ന് പറയുന്നത് കുർബാനയിൽ അർപ്പിക്കുക. എത്രത്തോളം നമുക്കത് ആകുന്നുണ്ട് എന്ന് ആലോചിക്കണം. നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ സ്ഥലം വിൽക്കാൻ കുർബാന ചെല്ലിക്കുന്നവരും, കാര്യം നടക്കാൻ കുർബാന ചെല്ലിക്കുന്നവരും, ഉദ്ദിഷ്ട കാര്യത്തിന് കുർബാന ചെല്ലിക്കുന്നവരുമായി നമ്മൾ തരംതാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കുർബാനയിൽ നിന്ന് നാം ആർജിക്കേണ്ട ബലം എന്താണെന്ന് തിരിച്ചറിയാതെ പോകുന്നൊരു കാലത്ത്, കുർബാന എങ്ങനെയാണ് ജീവിതം കൊണ്ട് ദൈവത്തിന് ഒരു ആരാധനയായി മാറുക എന്നത് തിരിച്ചറിയാത്ത കാലത്ത് നമുക്ക് ഈ അനുഭവത്തിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതം
ദൈവസന്നിധിയിൽ ആരാധനയായി ഞാൻ ക്രിസ്തുവിൽ സമർപ്പിക്കുകയും അവന്റെ ശരീരത്തിന്റെ ഭാഗമായി എൻ്റെ ജീവിത സഹനങ്ങളെയും ക്ലേശങ്ങളെയും ദൈവപിതാവിന്റെ സന്നിധിയിൽ ആരാധനയായിട്ട് ഉയർത്തുകയും ചെയ്യുന്നു. ഞാൻ മരിച്ചുകൊണ്ടല്ലാതെ എനിക്ക് ബലിയർപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ ബലിമേശയിൽ മരിക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പം. ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നവർ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ ജീവിക്കും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പോരായ്മകളോടും കൂടെ ഞാൻ ബലിമേശയിൽ അർപ്പിക്കുന്നു. സ്വർണം അഗ്നിയിൽ എന്നതുപോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. അവിടെ മാലിന്യങ്ങളൊക്കെ അകറ്റപ്പെട്ട് നമ്മൾ സുവർണ ശോഭയോടെ ജീവിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മെ തന്നെ അങ്ങനെ സമർപ്പിക്കാനുള്ള ഇടമാണ് കുർബാനയെന്ന് നമ്മൾ തിരിച്ചറിയണം. വിട്ടുകൊടുക്കുക എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ എന്ത് വിട്ടുകൊടുക്കാനാണ് എന്ന് ആലോചിക്കും. എൻ്റെ മേലുള്ള സമ്പൂർണ്ണ അവകാശം, ഞാനെന്ന വ്യക്തി, എനിക്ക് ദൈവം തന്നിട്ടുള്ള പ്രിവിലേജുകൾ, ഞാനെന്ന വ്യക്തിയായിട്ട് ജീവിക്കുക എന്നുള്ള എല്ലാ അവകാശവും ദൈവസന്നിധിയിൽ കൈവിട്ടുകൊണ്ട് എന്നെ തന്നെ, എൻ്റെ ജീവിത സന്ദർഭങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ ഹിതം നിറവേറട്ടെ, ഞാൻ ഇല്ലാണ്ടാവട്ടെ, അവിടെയാണ് ആരാധനയുടെ അനുഭവം ഉണ്ടാവുക. അങ്ങനെ സമാശ്വാസത്തിന്റെ പടിയിൽ നിന്ന് സ്വയാർപ്പണത്തിന്റെ പടിയിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ ജീവിതത്തിൽ ക്രിസ്തുവിന് നന്ദി പറയുന്നയാളായിട്ട് മാറും. അതാണ് അവസാന പടി, അഞ്ചാമത്തെ പടി. സന്തോഷത്തിലേക്കുള്ള വഴിയുടെ അഞ്ചാമത്തെ പടി അവിടെയാണ്. ഈ ബലിയർപ്പണം വഴി പിതാവിന് പ്രീതികരമായ ഒരു യാഗമായിട്ട് ക്രിസ്തുവിൽ മാറുക വഴി ജീവിതത്തിലെ സഹന നിമിഷങ്ങളെല്ലാം ഈ ബലിയർപ്പണത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു, വിശുദ്ധ കുർബാനയുടെ ഭാഗമായിട്ട് മാറുന്നു. അങ്ങനെ കൗദാശികമായി അർപ്പിക്കപ്പെടുന്ന കുർബാന ജീവാർപ്പണമെന്ന സമ്പൂർണമായ കുർബാനയർപ്പണത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നു. ജീവിതം ഒരു യാഗമായി, ജീവിതം ഒരു അർപ്പണമായി, ക്രിസ്തുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണമായിട്ട് മാറും. അങ്ങനെ മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും കഷ്ടതയുടെയൊക്കെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഈ ദൈവാനുഭവത്തിന് വേണ്ടിയായിരുന്നു. ഈ സഹിച്ചതൊക്കെ എന്തിനു വേണ്ടിയാ? ഈ കഷ്ടതയൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഈ സഹിച്ച വേദനകൾ എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഞെരുക്കങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു? ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു. വിശുദ്ധാത്മാക്കളൊക്കെ ജീവിതത്തിൽ കഷ്ടതകളും ഞെരുക്കങ്ങളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചത് എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് പിറുപിറുപ്പില്ലാതെ, എതിർപ്പില്ലാതെ, തടസ്സപ്പെടുത്താതെ ദൈവഹിതം നിറവേറാൻ, അല്ലെങ്കിൽ നാം ഞെരുക്കങ്ങളുടെ പാതയിലൂടെ ദൈവത്തിൽ എത്തിച്ചേരുന്ന അനുഭവം ഉണ്ടാകാൻ വേണ്ടി സ്വയം വിട്ടുകൊടുത്തവരാണ്. ഇനി അവസാനമായി നാം ക്രിസ്തുവിലുള്ള ആശ്വാസത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ, ഈ സമർപ്പണം സമ്പൂർണ്ണമാകുമ്പോൾ നാം നമ്മുടെ വിശ്വാസം ഏറ്റു പറയണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. പ്രത്യാശയിൽ ഉറച്ചൊരു ജീവിതം ഉണ്ടാകണം. റോമർ 8:28. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. നേരിടുന്ന നേരത്ത് വളരെ വേദനാജനകമായിരുന്ന കാര്യങ്ങൾ നിത്യരക്ഷയിലേക്ക് നമ്മെ നയിച്ചിട്ടുണ്ട്. ദൈവത്തെ കണ്ടെത്താൻ ഇടയായിട്ടുണ്ട്. ജീവിതത്തിൽ നാം കരുതാത്ത രീതിയിൽ നമ്മെ നയിച്ച ദൈവം നന്മയിലേക്കാണ് നമ്മെ നയിച്ചിട്ടുള്ളത്. ഒരു രോഗം വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തകർന്നു പോയി എന്നാണ്. പക്ഷേ ഓരോ രോഗാവസ്ഥയും, ജീവിതത്തിലെ ഓരോ അസ്വസ്ഥതയും നമ്മെ കൂടുതൽ നല്ല മനുഷ്യരായി പുതുക്കി പണിതിട്ടുണ്ട്. പഴയ മനുഷ്യരല്ല. പിന്നെ ലാസർ മരിച്ചില്ലെങ്കിൽ ഉദ്ധാനമില്ല. യോഹന്നാൻ സുവിശേഷത്തിൽ 11:4 പറയും, ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, ദൈവമഹത്വത്തിനുള്ളതാണ്. ഇത് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച എല്ലാ അനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു വന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്, കരുത്തുള്ള മനുഷ്യനായിട്ടാണ്. പ്രതികൂലങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നവയല്ല, പ്രതികൂലങ്ങളിലൂടെയാണ് അതിജീവനത്തിന്റെ ശക്തി ദൈവം നൽകുന്നത്. അതുകൊണ്ട് പ്രതികൂലങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, സഹന നിമിഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നാശത്തിനുള്ളവയല്ലെന്നും അതൊക്കെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്തെ കഷ്ടനഷ്ടങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഭയന്ന് പിന്മാറുകയും ഇവയൊക്കെ മാറ്റിത്തരണേന്ന് ദയനീയമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്ന സാധാരണത്വത്തിൽ നിന്ന് ദൈവത്തെ തിരിച്ചറിഞ്ഞവരെന്ന നിലയ്ക്ക്, ക്രിസ്തുവിന്റെ ഭാഗമെന്ന നിലയ്ക്ക് നാം ഒരു കാര്യം ഉറപ്പിക്കണം: എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എതിരായി ഒന്നും ചെയ്യുകയില്ല. ഓരോ ക്ലേശവും നഷ്ടവും നാശവും ഒക്കെ എനിക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിനറിയാം എനിക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന്. പിതാവായ ദൈവം, അപ്പ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. എൻ്റെ അപ്പനാണ്, എന്നെ നോക്കാൻ അറിയുന്നവനാണ്, എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാം നന്മയ്ക്കായി പരിണമിക്കൂ. അതുകൊണ്ട്
കഷായം കുടിക്കുന്ന കുഞ്ഞിന് കഷായം ഒട്ടും ഇഷ്ടമല്ലെങ്കിലും അമ്മയ്ക്കറിയാം ഈ കഷായം കുടിച്ചാലേ കുഞ്ഞിന് രോഗസൗഖ്യം ഉണ്ടാകൂ. അപ്പോൾ അമ്മ കഷായം നൽകുന്നത് പോലെ ജീവിതത്തിൽ കയ്പേറിയ പാനപാത്രങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ അവയെ തട്ടിമാറ്റാതെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നത് ഈ ഉറപ്പിൽ നിന്നാകണം. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഞാനിന്ന് സഹിക്കുന്ന സഹനങ്ങളും ക്ലേശങ്ങളും ഒക്കെ നിത്യനാശത്തിനായിട്ടല്ല, എൻ്റെ നന്മയ്ക്കായിട്ട് പരിവർത്തിപ്പിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? റോമാലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 33-ാം തിരുവചനം പറയും, ഇതാ തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും ഞാൻ സിയോനിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും ലോകത്തുണ്ട്, നാം നടക്കുന്ന വഴിയിലുണ്ട്. പക്ഷേ അവനിൽ പ്രത്യാശ വയ്ക്കുന്നവന്, വിശ്വാസം അർപ്പിക്കുന്നവന് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ക്രിസ്തുവിലുള്ള പ്രത്യാശയിലും വിശ്വാസത്തിലും വളരണം, അവനുള്ള സ്നേഹത്തിൽ വളരണം വേണ്ടത്. യേശുവിനെ ഹൃദയത്തിന് നാഥനായി സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവനെ പ്രതി ജീവിതം തന്നെ ഉപേക്ഷിക്കാനുള്ള ഹൃദയബലം ലഭിക്കും. ആ സമയത്ത് അപ്രകാരം അവനിൽ ആശ്രയിക്കുന്ന നേരത്ത് ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് അവിടെ നിന്ന് നമുക്ക് പ്രദാനം ചെയ്യും. അങ്ങനെ അവൻ എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഞാൻ ലജ്ജിതനാകേണ്ടി വരികയില്ലെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കണം. ദൈവത്തിന് നന്ദി പറയുന്ന ആളായിട്ട് മാറും. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുകയില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കഷ്ടതയും സഹനവും ക്ലേശവും ഒക്കെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റണം. കഷ്ടത സഹനശീലം, സഹനശീലം ആത്മധൈര്യം, ആത്മധൈര്യം പ്രത്യാശ. ആ പ്രത്യാശ നമ്മിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട്. പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. ദൈവത്തിന്റെ സ്നേഹം നമ്മെ നിരാശരാക്കില്ല. വിശ്വസിക്കാനും ദൈവത്തിന് നന്ദി പറയാൻ പറ്റണം. എപ്പോഴാണ് നന്ദി പറയേണ്ടത്? താൽക്കാലികമായ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോഴാണോ? എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്നവയൊക്കെ നല്ലവയാണെന്ന ബോധ്യത്തോടെ ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയാൻ പറ്റണം. ഇപ്പൊ ഏത് സഹന നിമിഷങ്ങളിലും നന്ദി പറയുന്നവരായി മാറാൻ പറ്റും. ദൈവം ഒരു ഉപരി നന്മ കാണാതെ എൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സം നിൽക്കില്ല, ഒരു തടസ്സവും സൃഷ്ടിക്കില്ല. ദൈവം ഒരു സഹനം എനിക്ക് അനുവദിക്കുന്നുവെങ്കിൽ, ലോകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു സഹനം ഞാൻ നേരിടുന്നുവെങ്കിൽ എൻ്റെ തമ്പുരാൻ അറിയാതെയല്ല, അവിടത്തേക്ക് അറിയാം. ഉന്നതത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ഈ ലോകത്തിന് എൻ്റെ മേലൊരു അധികാരവുമില്ല. അതുകൊണ്ട് ഈ അധികാരം നൽകുന്ന ദൈവം ഒരു ഉപരിമഹത്വത്തിനായി എൻ്റെ ഈ ജീവിത സന്ദർഭത്തെ മാറ്റിത്തീർക്കും, എൻ്റെ സഹനത്തെ മാറ്റിത്തീർക്കും. അങ്ങനെ എനിക്ക് ലഭിക്കാൻ പോകുന്ന ഉപരിമഹത്വത്തെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്നവരായി എനിക്ക് മാറാൻ പറ്റണം. എന്ന് ഞാൻ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ നിത്യമഹത്വത്തിനുള്ളവയാണെന്നും ഈ ക്ലേശങ്ങളെ ഞാൻ ക്രിസ്തുവിൽ അതിജീവിക്കുമെന്നും ഹൃദയബോധ്യം ഉണ്ടാകണം. ഇങ്ങനെ താൽക്കാലികമായ ഭീഷണികളായി ലോകസഹനങ്ങൾ ഉയർന്നു വരുമ്പോൾ ഈ ഭീഷണികൾ കണ്ട് പതറിപ്പോകാതെ, ലോകത്തിന്റെ ശക്തി കണ്ടും ലോകം നമ്മുടെ മേൽ നടത്തുന്ന പ്രയോഗങ്ങൾ കൊണ്ടും കീഴ്പ്പെട്ടു പോകാതെ ദൈവത്തിന്റെ പക്ഷത്ത് ഹൃദയം ഉറപ്പിക്കണം. അവിടുന്ന് എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. അവിടെ നിന്നാണ് എൻ്റെ സമാശ്വാസകൻ. കഴുകൻ കൂടിളക്കി തൻ്റെ കുഞ്ഞിനെ ഉയരത്തിൽ നിന്ന് താഴേക്കിടുമെങ്കിലും താഴെ വീണ് ചിതറുന്നതിന് മുമ്പ് കരങ്ങളിൽ വഹിക്കാൻ അവൻ വരും. വിശ്വാസബോധ്യം നമുക്കുണ്ടാകും. ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ഈ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. താൽക്കാലികമായ ആശ്വാസവും നിത്യസമാശ്വാസവും ദൈവത്തിൽ നിന്നാണ്. യേശുവിൽ നമുക്കത് പ്രാപിക്കാൻ കഴിയുമെന്ന ബോധ്യത്തോടെ, വിശ്വാസ ഉറപ്പോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അപ്പോഴാണ് ജീവിതത്തെ നമുക്ക് അതിജീവനത്തിന്റെ ഇടമാക്കി മാറ്റാൻ പറ്റുക, ദൈവാനുഭവത്തിന്റെ വേദിയാക്കി മാറ്റാൻ പറ്റുക. ജീവിക്കുന്ന കാലമൊക്കെ ക്രിസ്തുവിൽ പ്രകാശിക്കുന്നവരായി ജീവിക്കാൻ പറ്റുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലും നിങ്ങളുടെ വേദനകളിലും നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യമായ സമാശ്വാസം ലഭിക്കാനും താൽക്കാലികമായി നേരിടുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കാൻ വേണ്ട കരുത്ത് ലഭിക്കാനും ഇന്നത്തെ ജീവിതാവശ്യങ്ങൾ നിറവേറി കിട്ടാൻ ദൈവത്തിൽ സമ്പൂർണ്ണമായ ആശ്രയത്വം വയ്ക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ ഓരോ പ്രയത്നങ്ങളും നിങ്ങളുടെ ഓരോ ജീവിത ചുവടുവെപ്പും അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.